കേരള ക്രിക്കറ്റ് ലീഗിന്റെ 2ാം സീസൺ ആരംഭിക്കുന്നു. നമ്മളിപ്പോ ഉള്ളത് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ടീമിനൊപ്പമാണ്. അവരെല്ലാം പരിശീലനം കഴിഞ്ഞ് തിരികെ പോകാനുള്ളൊരു തിരക്കിലേക്ക്. കഠിന പരിശീലനമാണ്, ചില്ലറ പരിശീലനമല്ല. എനിക്കിപ്പം ഫിറോസ് ബി റഷീദ് നമ്മുടെ അഭിമാനമാണ് കേട്ടോ. കാരണം നമ്മളൊക്കെ ചെറുപ്പത്തില് ക്രിക്കറ്റ് കണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സ്പോർട്സ് മാസികയിൽ വന്ന പടം ഒട്ടിച്ചു വെച്ച് വീടിന്റെ ചുമരിൽ ഒട്ടിച്ചു വെച്ച ആളുകളാണ് ഞങ്ങള്. അപ്പം ഫിറോസിക്ക, ഒരുപാട് കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു പുതിയ ടീമിനൊപ്പം ചേരുമ്പം ഒരു വല്ലാത്ത എനർജി ഉണ്ടല്ലേ? അതെ, തീർച്ചയായും. കാരണം എന്റെ ക്രിക്കറ്റ് തുടങ്ങിയ കാലം ഇതുവരെ നിർത്തിയിട്ടില്ല എന്നുള്ള ഫസ്റ്റ് കളി നിർത്തിയത് തുടങ്ങി ഞാൻ കോച്ചിങ് ലെവലിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഇതൊരു ഡിഫറെന്റ് ഇതാണ് ഫീൽ. മറ്റുള്ള സ്റ്റേറ്റ് കൊണ്ടുപോകുന്നതിനേക്കാൾ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇതാണ് ഇവരെ കൊണ്ടുപോകുന്ന കാര്യം. സോ ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. അന്ന് കൂടെ കളിച്ച അജയ് കൊടുവ, സൊറാബ്, സുനിൽ ഓയാസിസ്, ഉമ്രി, അങ്ങനെ തുടങ്ങി ഒരുപാട് ലെജൻഡ്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കേരളത്തിൽ ഇന്നിപ്പോ നമുക്ക് പറയാൻ 100 കണക്കിന് പേരുകളാണ്. അതെ, ഒരുപാട് പേരുണ്ട് ഇന്ന്, ഒരുപാട് പേര്. കാരണം ഫെസിലിറ്റീസും അതുപോലെ തന്നെ KCA കൊടുക്കുന്ന ഇത്രയും ഫെസിലിറ്റീസ് ഒന്നും നമ്മുടെ കാലത്ത് ഇല്ലെങ്കിൽ കൂടി ഇന്ന് ഇവർ ചെയ്യുന്ന ആദ്യം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അവരെല്ലാം അത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ റിസൾട്ടാണ് നമുക്ക് കഴിഞ്ഞ വർഷം കിട്ടിയത്. എങ്ങനെയുണ്ട് ടീം? സെറ്റ് അല്ലേ? ഓൾ സെറ്റ്, എവറിത്തിങ് ഈസ് ഓക്കെ. ബാറ്റിംഗിലാണ് ബോളിംഗിലാണ് നമ്മൾ? ഈക്വലി ഗുഡ്. കട്ടക്കാണ്, കട്ടക്കാണ്, വിടില്ല. കപ്പ് നമ്മൾ കോഴിക്കോട്ടേക്കാ, അതിനുവേണ്ടി തന്നെ അതാണ്. അപ്പം മാനാഞ്ചിറ മൈതാനത്തിന്റെ ചുറ്റും കപ്പുമായിട്ട് നമ്മൾ പോകും. രോഹൻ കുന്നുമ്മല്, യെസ് രോഹൻ ക്യാപ്റ്റൻ. എന്താണ് നമ്മള് രഞ്ജിയൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ഇങ്ങനെ രോഹനെ ഇപ്പൊ ഇങ്ങനെ കാണുമ്പം, ഒരു നീലക്കുപ്പായത്തിൽ ഇങ്ങനെ കാണുമ്പോൾ വലിയ സന്തോഷം. അപ്പം കപ്പ് കോഴിക്കോട്ടേക്ക് തന്നെയല്ലേ? തീർച്ചയായിട്ടും. കപ്പ് നമ്മളെ കൊണ്ടുവന്ന് കാലിക്കറ്റ് ബീച്ചിൽ വെച്ച് ആഘോഷിക്കാനാണ് നമ്മുടെ പ്ലാൻ. ദൈവാനുഗ്രഹിച്ച് അങ്ങനെ തന്നെ സംഭവിക്കട്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആൻഡ് എല്ലാവരും വെൽ പ്രിപ്പയർഡ് ആണ്. എല്ലാ ടീംമേറ്റ്സും ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, വെൽ പ്രിപ്പയർഡ് ആണ്. ആൻഡ് ലെറ്റ്സ് സീ ഹൗ തിങ്സ് വർക്ക്. ക്യാപ്റ്റൻ, എങ്ങനെയുണ്ട് പുതിയ ടീം? പുതിയ പിള്ളേരൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പം കോഴിക്കോട്, പഴയ കോഴിക്കോട് പിള്ളേര് പുതിയ ആളുകളാണ്? പിള്ളേര് പുലികളല്ലേ എല്ലാവരും. ലൈക്ക് അത്രയും നമ്മുടെ മാനേജ്മെന്റ് അങ്ങനെ ചൂസ് ചെയ്തെടുത്താണ് എല്ലാവരെയും നമുക്ക് ഒരു പ്രത്യേക റോള് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അവരതിൽ ബെസ്റ്റ് ആണെന്നുള്ള ഇതിലാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. സോ അവരവരുടെ ബെസ്റ്റ് തന്നെ എല്ലാ മാച്ചിനും ഇടുന്നത് തന്നെയാണ് കളിക്കുന്നത്. ഓക്കെ, സൽമാൻ നിസാർ ഒളിച്ചിരിക്കുക. സൽമാൻ പുറകില്, സൽമാനോട് എപ്പോ സംസാരിക്കാതെ സൽമാൻ ഒളിച്ചിരിക്കുകയാണ്. സൽമാൻ എങ്ങനെയുണ്ട്? എല്ലാം ഉഷാറായി പോകുന്നു. പ്രാക്ടീസൊക്കെ നല്ല പ്രിപ്പറേഷൻ ആണ്. നമ്മൾ ചെന്നൈയിലായിരുന്നു ലാസ്റ്റ് വീക്ക്. നല്ല രീതിയിൽ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയായി പോയി. എങ്ങനെയുണ്ട് നമ്മളെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ പുതിയ ടീം എങ്ങനെയുണ്ട്? പുതിയ ടീം റോം പറഞ്ഞ പോലെ തന്നെ എല്ലാവരും പുലിക്കുട്ടികൾ, എല്ലാവരും ഉഷാറാണ്. എല്ലാവരും അടിപൊളിയാണ്. ഭയങ്കര യൂണിറ്റിയാണ്. അടിപൊളി. നമുക്ക് തലശ്ശേരിക്കും കോഴിക്കോടിനും ഇടയിൽ വെച്ച് വടകരയിൽ വെച്ച് ആഘോഷിക്കണം. നോർത്തിൽ എല്ലാ സ്ഥലത്തും പോയി ആഘോഷിക്കാം. ഓക്കെ, മലബാർ ടീം എന്ന് പറയാം അല്ലെ? മലബാരി ഗ്യാങ്. ഓക്കെ രോഹൻ, മൈക്ക്. ഇനി ആരൊക്കെയാണ് നമ്മുടെ ടീമിലെ ആളുകള്? എല്ലാരും. എന്റെ പേര് അൻഫൽ പി എം, കാസർഗോഡ്. എന്റെ പേര് ഹരികൃഷ്ണൻ, ഞാൻ ആലപ്പുഴ. എന്റെ പേര് മോനുകൃഷ്ണ, പത്തനംതിട്ട. പ്രീതിഷ് പവൻ, എറണാകുളം. അജ്നാസ്, വയനാട്. ക്യാപ്റ്റൻ പരിചയപ്പെടുത്തണം. ഞങ്ങളുടെ ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളർ, ഹൈ സ്പീഡ്. മിഥുൻ IPL കളിച്ചാണ്. അഖിൽ ദേവ് എന്റെ സ്വന്തം നാട്ടുകാരാണ്. ആൻഡ് കൃഷ്ണകുമാർ, അജിത് രാജ്, കൃഷ്ണദേവൻ, ആഡിറ്റർ, ഷൈൻ ജോൺ ജേക്കബ്, ഓൾറൗണ്ടർ. പിന്നെ സച്ചിൻ സുരേഷ്. കേരളത്തിലെ 300 അടിച്ചിട്ടുള്ള. സച്ചിൻ സുരേഷ് ഒരു സംഭവം എങ്ങനെയാന്ന് വെച്ചാൽ, കേരളത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ബാറ്റർ 300 അടിച്ചത് ഈ കാണുന്ന മുത്താണ് കേട്ടോ. ഒരു കൈയ്യടി നമുക്ക്. അതെ, ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. കാരണം നമുക്കും ഉണ്ടടാ ഒരു സച്ചിൻ എന്ന് പറയാൻ പറ്റുന്നത്. ഒന്നല്ല, ഇപ്പൊ സച്ചിൻ ബേബി ഉണ്ട്, അതോടൊപ്പം ഒരു സച്ചിനും കൂടെ വന്നു. എങ്ങനെയാണ് സച്ചിൻ? വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ 300 അല്ല, നമുക്ക് ഇതാണ് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം. അപ്പൊ നെക്സ്റ്റ് ലെവലിലോട്ട് പോകാനുള്ളത്. അപ്പൊ ഇവിടെ പെർഫോം ചെയ്യണ പോലെ ഉണ്ടാവും നമ്മൾ ഹയർ ലെവലിൽ കളിക്കുന്ന സംഭവം. അപ്പൊ 300 അല്ല നമ്മുടെ തലേന്ന് പോയി, അത് ഓട്ടെ. ഇനിയിപ്പോ നമ്മള് കാലിക്കറ്റിന് വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അതാണ് ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നല്ല മധുരമുള്ള ഹലുവ വന്നിട്ട് കഴിക്കണം നമുക്ക് അവിടെ. ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ, അച്യുതൻ എറണാകുളത്ത്, മനോജ് എറണാകുളത്ത്, വിഷ്ണു എറണാകുളം. ഇതാ അവിടെ ആളുകൾ പോയിരിക്കുന്നത് എറണാകുളത്ത്. ടീം ഫിസിയോ? അതെ, അവിടെ ആളുകൾ. സുമേഷ്, ഞാൻ ഫീൽഡിംഗ് കോച്ചാണ്. ഡേവിഡ് എറണാകുളത്ത്, ഹരി വയനാട്, ഓക്കെ. മിഥുൻ സപ്പോർട്ട് സ്റ്റാർ, മെൽവിൻ ആന്റണി നെറ്റ് ബോളർ, ആദിത്യ KB സപ്പോർട്ട് സ്റ്റാർ, വിഷ്ണു സപ്പോർട്ട് സ്റ്റാർ, താഹിർ. കോച്ച് മറ്റ് ടീമിലൊന്നും കാണാത്തൊരു പ്രത്യേകത,
നിങ്ങൾ കളിക്കാൻ വന്ന ആളുകൾ മാത്രമല്ല സപ്പോർട്ടിംഗ് സ്റ്റാഫായിട്ട് തന്നെ ഒരു 11 ഉള്ള ആളുകളുണ്ടല്ലോ. ആ ഒരുപാട് പേരുണ്ട് ഞങ്ങൾക്ക് സപ്പോർട്ട്. നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന എല്ലാവരും എല്ലാ രീതികളും ഇതുവരെ കഴിഞ്ഞ ചെന്നൈയിലായാലും ശരി ഇവിടെയായാലും ശരി അവരുടേതായ ഡ്യൂട്ടി അവർ 200% ചെയ്യുന്നുണ്ട്. ഏത് സമയത്ത് വിളിച്ചാലും ഈ സൈഡാമേഴ്സ് എക്സ്പെഷ്യലി സൈഡാമേഴ്സ് അവരുടെ കൈക്ക് ഉരി പോറായിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും അവർ റെഡിയാണ് അറിയാൻ. ഓക്കെ, അപ്പൊ നമുക്ക് കപ്പിന്റെ ദമ്മ് നമുക്ക് പൊട്ടിക്കണ്ടേ അല്ലേ? ഒരു കോഴിക്കോടൻ ബിരിയാണി നമുക്ക് കഴിക്കണ്ടേ? ഇതിൽ ആരൊക്കെ ഉണ്ട് കോഴിക്കോട്ടുകാര്? ഇത് ഇവിടുത്തെ കുഴപ്പമില്ല, നിങ്ങൾ എല്ലാവരും കോഴിക്കോട്ടുകാരാണ്. അതെ, എല്ലാവരും കോഴിക്കോട്ടുകാരാണ്. അപ്പൊ എന്തായാലും ഏതാണ്? ഓക്കെ, എങ്ങനെ? ഞങ്ങൾ മലബാറിന്റെ ടീമാണ്. ഇത് മലബാറി ഗ്യാങ് തന്നെയാണ് ഞങ്ങളുടെ ഹാഷ്ടാഗ്. അതെ, ഈ ആവേശം കോഴിക്കോട് മാത്രം അങ്ങനെ നിൽക്കില്ല മക്കളെ. ഇത് മലബാർ മൊത്തമുള്ള ടീമാണ് അല്ലെ? വടക്കൻ കേരളത്തിന്റെ ഒരു ആവേശമാണ്, ക്രിക്കറ്റിന്റെ പെരുമയാണ്. ഇതേ തലശ്ശേരിക്കാരൻ സൽമാൻ, വടകരക്കാരൻ നമ്മുടെ രോഹൻ ഉൾപ്പെടെയുള്ള ആളുകൾ, എന്തിനു പോകുന്ന ഫിറോസ് വി റഷീദും ഉണ്ട്. അപ്പം ഒരു ഗണ്ണ് ടീമാണ്. കാത്തിരിക്കുക കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിന്റെ കളിക്കായി.